ഇന്നത്തെ ഈ വിഷയസമിതി കോൺഗ്രസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള കേരള പ്ലാനിംഗ് ബോർഡിലെ അംഗം കൂടിയായിട്ടുള്ള പ്രൊഫസർ ടി ജയരാമൻ സാറാണ്. ജയരാമൻ സാറിനെ ഈ ഒരു പരിപാടിയിലേക്ക് ശാസ്ത്രാഹിത്യ പരിഷത്തിന് വേണ്ടിയും നമുക്കെല്ലാവർക്കും വേണ്ടിയും ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യാം. കാലാവസ്ഥാ വ്യതിയാനവും കേരളവും എന്നുള്ള ഒരു വിഷയത്തിലാണ് സാറ് ആദ്യമായിട്ട് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. ആ വിഷയത്തെ തുടർന്ന് ഡോക്ടർ കെ വിദ്യാസാഗർ സാർ അതിനോടുള്ള ഒരു പ്രതികരണം ഇവിടെ രേഖപ്പെടുത്തുന്നതാണ്. തൃശൂർ ഫോറസ്ട്രി കോളേജിലെ ഡീനായിട്ടുള്ള ഡോക്ടർ കെ വിദ്യാസാഗർ സാറിനെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഉദ്ഘാടന സെഷന് അധ്യക്ഷത വഹിക്കുന്നത് ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എ.പി. മുരളീധരനാണ്. ഔപചാരികയുടെ പേരിൽ മുരളിയേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. മാനവരാശിയുടെ മുന്നിൽ ഏറെ ആശങ്കകൾ ഉയർത്തുന്ന മാറ്റങ്ങളാണ് പരിസ്ഥിതി രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പഠിക്കുന്ന ശാസ്ത്ര സമൂഹം പ്രകൃതി വിക്ഷോഭങ്ങളുടെ സാധ്യത വളരെയേറെ വർദ്ധിച്ചതായിട്ടാണ് പ്രവചിക്കുന്നത്. ജൈവ വൈവിധ്യ തകർച്ച നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ എക്സ്ട്രീം ക്ലൈമറ്റ് ഈവൻസിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മളും കേരളവും അനുഭവിച്ചു തുടങ്ങിയതാണ്. നമ്മൾ 2018-ലെയും 2019-ലെയും തീവ്രമഴയായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലും പ്രളയവുമെല്ലാം കേരളം മുഴുവനായി ഒരു പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന തിരിച്ചറിവാണ് പൊതുവെ സൃഷ്ടിച്ചത്. ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതിന് കാരണം അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അമിതമായ പ്രകൃതി വിഭവ ചൂഷണ അധിഷ്ഠിതമായ വികസനം തന്നെയാണ് പ്രളയാനന്തരവും നമ്മൾ പിന്തുടരാൻ ശ്രമിക്കുന്നത്. വായുമലിനീകരണവും ആവാസ വ്യവസ്ഥകളുടെ തകർച്ചയും കയ്യേറ്റങ്ങളും ആശങ്കൾ ഉളവാക്കുന്ന തരത്തിലുള്ള നഗരവൽക്കരണവും പരിസ്ഥിതി തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. അനിയന്ത്രിതമായ കെട്ടിട നിർമ്മാണം പ്രകൃതി വിഭവങ്ങളുടെ വൻതോതിലുള്ള ശോഷണത്തിന് ഇടയാക്കുന്നുണ്ട്. കുടിവെള്ളം ഇന്ന് ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് പരിസ്ഥിതി പ്രശ്നമില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും കേരളത്തിലില്ല. അശാസ്ത്രീയമായ ഭൂവിനിയോഗവും പ്രകൃതി വിഭവ വിനിയോഗവുമാണ് പ്രളയത്തെ ദുരന്തമാക്കിയതിന്റെ പ്രധാന കാരണം. അതിനാൽ പാരിസ്ഥിതിക പുനഃസ്ഥാപനമാകണം കേരളത്തിന്റെ തുടർന്നുള്ള വികസനത്തിന്റെ അടിസ്ഥാന സമീപനം. വികസനത്തിന് ഹരിതമാർഗം എന്നത് സാമാന്യ ബോധത്തിന്റെ ഭാഗമാകണം. നാളത്തെ കേരളത്തിന്റെ അടിസ്ഥാന ശിലകളായ സാമൂഹ്യനീതി, പങ്കാളിത്തം, സുസ്ഥിരത, വികേന്ദ്രീകരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിലൂന്നിയ സുസ്ഥിര വികസനത്തിലൂടെ പ്രകൃതി വിഭവങ്ങളുടെ നീതിപൂർവമായ ഉപയോഗവും വിതരണവും എന്ന അടിസ്ഥാന ആശയത്തിലൂന്നിയ വിശാലാർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ സമൂഹമായി കേരളത്തെ വളർത്തിയെടുക്കാൻ നമുക്കാവേണ്ടതുണ്ട്. വനദേശീകരണം, കാലാവസ്ഥാ വ്യതിയാനം, വലിയ കുടിയേറ്റങ്ങൾ, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കുമുള്ള മനുഷ്യരുടെ വൻതോതിലുള്ള യാത്രകൾ, ഭൂപ്രകൃതിയിൽ മനുഷ്യർ നടത്തുന്ന അതിക്രമങ്ങൾ എന്നിവ മൂലം ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് കോവിഡ് പോലുള്ള മഹാമാരികൾ പടരും. ഇനിയും ഇത്തരത്തിലുള്ള മാരികളെ പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ട ഏകലോകം ഏകാരോഗ്യം എന്ന സമഗ്ര കാഴ്ചപ്പാട് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പങ്കാളി ജനാധിപത്യത്തിന് സഹായകമായ ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലി വർഷമാണിത്. ഒരുപക്ഷെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃക കാണിക്കാൻ കഴിയുന്ന ഒരു വികേന്ദ്രീകൃതമായ ഭരണ വ്യവസ്ഥ, ജനപങ്കാളിത്തത്തിലുള്ളിയ ഒരു ഭരണവ്യവസ്ഥയുടെ മാതൃകയായിരുന്നു ജനകീയാസൂത്രണം. സാർവത്രികമായ പ്രാപ്യതയും ഉപയോഗവും കേന്ദ്ര സമീപനമായി വരുന്ന എക്കോ ഡെമോക്രസിയാണ് നാം മുന്നോട്ട് സ്വീകരിക്കേണ്ടത്. ഇത് ഗ്രീൻ മൂവ്മെന്റ് അല്ല. സർഗാത്മകമായ വികേന്ദ്രീകൃത ജനാധിപത്യത്തോടൊപ്പം സുസ്ഥിരത വികസനത്തിന്റെ അടിസ്ഥാന ഘടകമായ പരിസ്ഥിതിക്ക് തുല്യ പരിഗണന, ഒരു പാരഡിം ഷിഫ്റ്റിനെ ഇത്തരത്തിൽ ചർച്ച ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പരിസ്ഥിതിയിൽ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതുപോലെ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം. അതിന് ഒരു ജനകീയ പ്രസ്ഥാനം തന്നെ ആവശ്യമുണ്ട്. ഒരു മൂവ്മെന്റ് തന്നെ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിൽ പരിസ്ഥിതി സംഘടനകൾ മാത്രമല്ല, ജനകീയ പ്രസ്ഥാനങ്ങൾ മുഴുവനും, അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സംവിധാനങ്ങളെയൊക്കെ തന്നെ പങ്കാളികളാക്കാൻ കഴിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിന് അടിസ്ഥാനമായി മാറേണ്ട സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ്. അത്തരത്തിലുള്ള സമഗ്രമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നയിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് അടിത്തറയിടാൻ ഇന്നിവിടെ നടക്കുന്ന ഈ വിഷയസമിതി കോൺഗ്രസിന് കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഉദ്ഘാടനത്തിനായിട്ട് പ്രൊഫസർ ടി. ജയരാമനെ ക്ഷണിക്കുകയാണ്.
Let me go straight to the subject at hand, and let me emphasize a few issues. It is, I think, a very important aspect of any discussion of climate change and Kerala to recognize the overall context. Too often, I think, in the enthusiasm for dealing with the climate change issue, there are a large number of people entering the subject or the topic of discussion whose prior experience has been with pollution and other kinds of environmental issues, including, for instance, biodiversity, conservation of rare species, protection of wildlife. There's a large, or, local pollution of local water bodies, and so on and so forth. While this is entirely justified that people are driven by this enthusiasm, what is forgotten in this process is that there is something unique about global warming that is shared by very few other issues in the general area of environment. There has been a tendency, people have tried to globalize issues like water, etc. But water remains in many ways always a regional or at best a national issue, even if it crosses international borders. It is geographically limited in some way. So, in general, a large number of environmental questions that are very popular among those who are concerned with the topic are local, but global warming is global in a unique way. And let me just emphasize this once again, because otherwise, we lose our focus. It does not matter if tomorrow in Kerala, or indeed in the entire territory of India, we stop by some miracle all emissions immediately. Even if we did so, the consequences of global warming, that is, the carbon greenhouse gas emissions taking place in other parts of the world will influence us, will impact us, and will create a number of issues that we will have to deal with. So, it is not as if, we have a source of pollution, the local water body is polluted, and you can deal with it. This is not the way global warming works. The second point I want to emphasize is that the origins of the difficulties in dealing with this problem have to do with the real in-depth structure of modern economies. It's not something that you can do overnight. It's not like, for instance, banning plastic bags. Banning plastic bags is one thing. Whereas, dealing with emissions from the transport sector, for instance, is a completely different kettle of fish. It's not simply the size of the problem, but it is in its very basic structure, qualitatively different. I think if we do not recognize these dimensions, we will revert to a setting of either unhealthy parochialism or romantic localism. If you take the green movement in Europe, for instance, people think of it as a sort of unified thing. It is not actually. The German Greens tend to be romantic localists, whereas the French Greens, I think, tend to be very unhealthy parochialists. And so, there is in different ways
they emphasize the local. And especially in a developing country, an unhealthy emphasis on localism has a whole lot of very negative social, political, and economic consequences. So I think it's very important to recognize, to stay away from this kind of view. And I would submit that they are both scientifically and rationally untenable. Okay. But one must recognize the appeal of this kind of parochialism, and one, of course, has to answer these concerns in a scientifically sound way. And scientifically sound meaning both in the sense of natural and social sciences. Of course, I need not remind you of the very important and very significant and crisis-ridden socio-political and economic juncture at which we are discussing this issue. On the one hand, with the passage of the Paris Agreement and the beginning of its implementation, and the return of the United States to climate change negotiations at the international table, to the fold of the Paris Agreement, and at the same time the devastating impact of the pandemic, which is ongoing not only on our country, where it has reached new heights, as well as on the rest of the world. All this has created a lot of, I think, churning in some of the issues that concern us today. So, having said that, I must say, with regard to the remarks which were made in the introduction, that I personally neither am I very convinced of the concept of One Health, as it is called, linking so-called environmental health with the health of human beings in human society. I think there are very deep conceptual and very problematic aspects there. This anthropomorphizing, as we say, making human-like attitude to nature, I generally think is counterproductive. But I'm not going to enter those issues, nor have I been very convinced of people who think of the pandemic as a warning call to the way we deal with the environment, and in a quasi-theological way, they think of the pandemic as some kind of divine punishment for humanity's ill treatment of Mother Nature. So must say I am not very sympathetic to the streams of thought, but this will not occupy me in any serious way in today's discussion. So, as I just was pointing out, the greenhouse gas emissions anywhere in the world equally contribute to global warming. And so limiting global warming by limiting greenhouse gas emissions, which is the crux of the issue, is what is referred to in economics as a global collective action problem. So, abstention is not a solution. When in the long tradition of romantic localism that we are familiar with worldwide and in our country, most notably represented by the Gandhian stream of thinking, a lot of it is made about individual abstention. Now, this agenda has actually been co-opted by the mainstream. So if you go to the World Economic Forum and tell all those very rich CEOs of the world who gather there and their political supporters from various governments, if you tell them, oh, global warming to be solved requires behavioral change,
requires a different way that individuals must deal with nature, then you'll be very popular. So it is not Gandhi alone who is now, it's not Gandhian attitude to these issues, if we, in a sense, has gone mainstream. So individual abstention, I think, however, is not going to solve the issue. We have preached individual abstention for the last 30 years or 40 years on the environmental question, and I think we have made very little progress as a consequence. Now, this, of course, when you really sit down and discuss what is it that you must do to take matters forward, then you find that, collective action has to be properly defined. And in that sense, the United Nations Framework Convention on Climate Change was a very important landmark. And I think it is really important to keep going back to that convention and trying to understand its implications in a deeper and better fashion. So global cooperation is intrinsic to solving the problem. So when you say climate change and Kerala, I think the immediate question very often people ask, what is it that we must do? It's not that I object to the question, but the question always should be, what is it that I should do in the context of what is happening around me? And I think that's a very important shift in emphasis, which we underestimate. There is a little tension in the way we think about it. One attitude, especially common in the West, is a pollution perspective. So some of you think of GHGs as pollution. So then, the more extreme version of this is to talk about fossil fuel-based emissions as a historical error of humanity, where the left is involved, the popular slogan, people talk about fossil fuel capitalism and so on and so forth. And from this point of view, how, the attitude is, if it is pollution, nobody can say, oh, I have to pollute a little more. So there is no right to pollution in any sense. So that is, from that perspective, India should also be doing, India, China, Vietnam, Mauritius, Maldives, whoever it is, should be doing the same level of effort, if you wish, in some sense, maybe with a little assistance here and there, like United States or Britain or Germany or France or any of the developed nations. So from the pollution perspective, there may be some leeway in to act, but all of us have to act in this sense. However, I think historically, if you look at it, it is also undeniable that the fossil fuels are the basis of the current state of development of humanity. I think development skepticism, as if development itself has been intrinsically anti-scientific over the globe, so to speak, at the global level, is, I don't think, a very sustainable viewpoint. It also forgets the idea that humanity learns by doing. It could not have been that you sat up in the 19th century, in the middle of the 19th century, and remarkably looked around you and said, oh my God, this is going to lead to global warming. So, so one has to keep in mind this whole this thing. So fossil fuel use, one should actually think of as a limited, of course, but nevertheless essential bridge to a sustainable world. And from this point of view, the global carbon budget, which has very strong purely climate science rationale behind it also,
Carbon emissions are a global commons, so there is a global carbon budget, and this commons is limited, and therefore equitable sharing or equitable access is an essential part of the story. So I think that there is a serious tension when we both in the level of discussions about global warming, but also very importantly in the negotiations between these two perspectives. So from the pollution perspective, the question is always, who emits how much? And so this is the standard story. They say India is sometimes described as the fourth largest emitter. However, when especially amongst Europeans, when they do not want more uncomfortable factors to intervene in the discussion, they describe themselves as individual countries. Then, of course, the total emission from individual European countries are much smaller. And then India is usually described as the third largest emitter. Okay. So, but this is the pollution perspective. Who emits how much annually? Okay. However, if we take into the fact that there is some kind of current technological and economic necessity that keeps us with fossil fuel use, then of course the metrics start changing. So one metric is if there are more people, more goods and services are part of the economic activity, then of course you need per capita annual emissions. Now, my good friend, Mr. Jairam Ramesh, with whom I have had many discussions on this topic, always sneers at this. He says, you mean India has a right to produce more children? Now, that is, in my opinion, a quite vulgar Malthusian attitude. So, if you can have per capita GDP, I don't see why you cannot have per capita annual emissions. If you say that Luxembourg in Europe is a very poor country, and compared to India, because India's GDP is much greater than that of Luxembourg, obviously that is nonsensical, because it's a small country, so you have to have a proper scale of measuring it. So in terms of per capita annual emissions, India, of course, is significantly lower. This is not as if to say India is sixth or seventh. There are many other countries which intervene. And notice that we are significantly below the world average. India's per capita emissions are 1/3 of the world average. Okay. But a more important metric or a measure of how much who has contributed to global warming and therefore is responsible for dealing with the problem is to talk about the share of cumulative emissions. So here you have between 1750 and 2017, India has contributed only 3.5% of global emissions, the total emissions that have taken place. And since we know today scientifically the level of global warming, the increase in temperature is roughly linearly proportional directly proportional to the cumulative emissions. So India's responsibility up to 2017 is only 3.5%. So, many of my environmentalist friends tend to the view when talking about pollution, they somehow have the same sort of breathless air of emergency or urgency about global warming in India as with global warming in Europe or United States. I must confess that I consider this kind of
sensitivity is scientifically mistaken. We contribute very little, not because I think we are morally superior and are more sustainable in our practices, but simply because of our extremely low levels of economic development. So I hope, especially with the recent, experience of the pandemic and the question of medical facilities that is still around us in such desperate fashion, nobody will tend to the view of a certain kind of patriotism which thinks that India is somehow in many ways a developed country. It is not. And the fact that our cumulative emissions is so low, I think is perhaps the one single number that describes our level of underdevelopment. It is not as if we were strategically very intelligent after the realizing the problem of global warming. And as for the developed countries, they have continued on their way merrily as before. So until the convention was signed formally, the UNFCCC, 1992, this is the share of global warming of different regions. And so if you take in proportion to the population share of each of these groupings, then China's emissions, however high they may seem in absolute annual terms, their share of cumulative emissions is roughly proportional to their share of the global population. And that shows, I think, in the extent of development which has taken place. It's not that emissions lead to development, but that if development is taking place, certain amount of emissions will take place. And India's 6% is not a badge of honor or a badge of our environmental sustainability, but our significant lack of overall development. So how do we have to deal with this problem? The UNFCCC is very clear. There has to be a distribution of responsibilities, and this distribution is responsibilities is based on the needs of societies as well as their contribution to the problem. And so the famous statement in Article 3.1, which says climate action should be undertaken on the basis of equity and in accordance with the common but differentiated responsibilities and respective capabilities. Accordingly, the developed country parties should take the lead in combating climate change and the adverse effects thereof. So have the developed countries been living up to their responsibility? Regrettably, the answer is a complete no. So here are the emissions annually of over the years of the developed countries. The blue line is all of them taken together. The dotted dashed line is the countries which are outside the former Soviet Union and its allies, and the gray dashed line is that of that Soviet, ex-Soviet and Eastern European countries. So you see, in fact, till 2016, it looks as if it has fallen, but it is very moderate, even that fall. But if you take out the ex-Soviet Union and the collapse of those economies, then actually the rest of them have done precious little. So from, you see, 13,336 to 13,161 million tons is basically zero. And in fact, if you look at the latest estimates from the UNFCCC, you will see that by the end of this year, when the figures are all taken together,
we are going to find, not this year, 2021, but the end of 2020, we are going to find that the non-ex-Soviet Union, meaning the Western developed countries, including, of course, Japan, Australia, and people like that, their total contribution is actually going to be 0.4% emissions higher in 2020 than in 1990. So basically, they are doing very little. Unfortunately, what their proposals for the future are not very deep in terms of emissions reduction. I won't go into the details. They are written about in many places. And unfortunately, they are not even developing new technologies. So in fact, if you look at patenting across the world, solar, this is the total patent applications according to the World Intellectual Property Database and up to 2017. There is a peak in 2010, 11, 12 thereabouts, and a slight decline to 2017. However, if you look at it country-wise, you see this blue line is China. If you are looking for India, we are there. Basically, we are nowhere. And this is South Korea. And in fact, the big powerhouses, the EU, Japan, and United States, their share in patenting has dropped dramatically after 2010-11. And the reason for this, at least in part, is clearly the fact that any talk of legally binding commitments has gone off the agenda from after the Copenhagen conference. So they are not developing technologies. So where does India fit into this? So far, I think India does not owe a carbon debt to the world. So if you look at the contribution, if we had looked at that graph earlier, so you see the contribution of all the two big players, EU and USA, which form the bulk of the developed countries. They have really contributed far more than their due share of carbon space. So what about, and their agreement for the future are still very problematic. So for India, where are we? We need continued industrialization. We need energy for domestic consumption and productive activity. Development is essential, but at the same time, the lack of development makes them a large section of our population likely to suffer even more from the impact of global warming. Unfortunately, the Paris Agreement did very little to solve this problem. Even though it was hailed as the only possible agreement, it was an agreement written on very minimal terms, very mild pressure on developed countries to do anything. And at the same time, they began insisting on a target which, on the one hand, gave them a good image in terms of the global discourse on doing something about global warming, but set a target which is basically impossible to reach, which is this target of 1.5 degrees centigrade as the limit of the temperature increase above pre-industrial levels. And the reason for this is very clear. So, if 1.5 degrees centigrade is the limit, from 2018 onwards,
for a 50% chance of staying below this temperature, only 480 billion tons can be emitted. If it is 2 degrees centigrade, then there is a lot more. But you must remember this 480, you must remember that the current annual world emissions at 42 plus or minus 3 gigatons, this 1.480 will be exhausted in 11 to 13 years. So this will be completely out of reach. So if you want to emit only 480, then you must stop emitting before your total emissions reach 480. Not only must you stop emissions, which is what people call reaching net zero, at the same time, the total emissions you are allowed till you reach zero is 480. At the current annual rate of 42 plus or minus 3 gigatons of carbon dioxide annually, if you reduce by a fixed amount every year, you will actually have to reach zero emissions in 11 to 13 years. Yeah, I am willing to have a discussion with anyone who thinks that the world can reach zero emissions in 11 to 13 years. Even if we imagine if we will reach it by 2050, that nevertheless requires that we reduce very sharply starting immediately, which is even more unlikely than this 11 to 13 years. So all these promises of net zero that you have from various countries, this actually does not amount to very much. So the other thing is, if you really take into account who has contributed to global warming to what extent, then actually the amount of the time by which countries must reach net zero is even earlier. For instance, the US, it is not sufficient. If they are to consume only a fair share of the carbon budget or limit their emissions to a fair share, they actually should reach a net zero by 2025 and not 2050. Okay, EU must do so by 2033, but Germany by itself must do it by 2030. Boris Johnson thinks he is a hero by saying he will do it by 2050 or whatever. They should actually do it by 2036, and so on and so forth, through all these people who are telling India that we should have a limit by 2050. So it is in this context that, this new mantra is nature-based solutions, which is basically an impossible hope that forests will soak up industrial emissions. On the other hand, if we are talking about 2 degrees centigrade, and even with a 66% probability of staying below 2 degrees centigrade, then with 1,000 gigatons, at least there is some chance that we can talk about. So 42 at this rate of reduction, we'll have some 25 years, and there is something which is possible, okay, which can be achieved. So this is where we are. So India does not, therefore, I think, owe the world a carbon debt. India, in fact, has a huge carbon credit. India's current national, the commitments that India has made are one of the very few in the world which are compatible with limiting temperatures to 2 degrees centigrade. And frankly, if you ask me, the limit of 1.5 degrees centigrade is not something that humanity is going to achieve. But why it is that they nevertheless insist on it?
is because, the hope is that you make sufficient absorption by natural resources in the third world. But I don't think that is going to happen either. So you might argue that, nevertheless, yes, but we are consuming fossil fuels. India's consumption of fossil fuels in tons per capita is pathetic. And not because, as I repeat, because we are morally superior to the rest of the world, but because simply our economy has a huge part of the population is very poor. So India's coal consumption, you can limit. UK has now come down in coal consumption because basically they have very little, industry, manufacturing and traditional industry forms a very small part of their footprint. But then if you see natural gas and oil consumption, you'll see the real story. Okay. So when people start complaining about the level of, India's petrol consumption, oh, we are contributing, etc., you must remember that, its adequacy is to be, its true measure of our consumption in tons per capita is very limited. I think in a lot of this discussion, what is forgotten is the extent of our poverty. At $3 per day per capita, 50% of India is poor. Sewerage covers little around just over 10% of the population. This is our state of sanitation. If you look at piped water supply, no more than 500 million people are covered, and even that, of course, shared and under all kinds of circumstances. This is what is referred to as basic water. Housing, 2011 census, only 50% can be called good. Concrete roofs, 20%. Burnt brick walls, only 43.7%. Or cement or tiled floors, 34%. So, India is a very poor country. You know the extent of smallholders in agriculture. So, anyway, so per capita fuel consumption, I've already shown the figures. So, this is where we are. Okay. Now, in spite of this, I would claim that India's investment in mitigation is quite high. No economic sector is untouched by mitigation proposals. Very often, I think many of them are somewhat misplaced. For instance, the railways claims that it is going to be carbon neutral by 2040. Frankly, I think that is they are not going to achieve it. And this is simply boastfulness, exactly like our vaccine boastfulness, except vaccine boastfulness is more dangerous than the railways claiming that they will be carbon neutral. Okay, if the railways are not carbon neutral, lives won't be lost, while that is not true about vaccines. Anyway, so, but on the other hand, the railway leaves a lot to be desired in the quality of its service, leaves a lot to be desired in terms of safety, leaves a lot to be desired in terms of efficiency. So, focusing on carbon neutrality in the railways, frankly, in my opinion, is a thoroughly misplaced exercise. Nevertheless, it is true that they are invested in this. And this is true across a wide variety of sectors. We are rapidly expanding in renewables, mind you, without the capacity to really produce even 10%, I think, of our solar panel capacity domestically. So our rapid expansion in solar energy, in windmills, and these technologies is unfortunately going along with a huge and increasing level of
import dependence. So we provide priority to renewables in meeting electricity demand. In fact, this has compounded the crisis of the electricity sector during the pandemic. We spent 50,000 crores, 60,000 crores preparing for the transition from BS4 standards to BS6 standards in transport emissions. But immediately that we started this, we immediately also announced a policy on electric vehicles and are promoting electric vehicles. What about the investment of 60,000 crores that was happening? So I think, willy-nilly, India is perhaps even foolhardily, investing in mitigation when they should be investing in efficiency. In agriculture, in fact, now a number of proposals are made saying, we must shift the focus of Indian agriculture towards mitigation and sequestering soil carbon and things like that. A lot of quite untenable claims on the viability of such methods, such as ecology are being proposed. But the end result will be an even worse crisis in our farm sector, because we will have neither productivity and the ability to feed the population, nor, given the state economic character of our agriculture dominated by small farmers, can we achieve any serious mitigation. So this is the context of where we are. Where does Kerala fit into this picture? Now, it is true that Kerala is a state of high human development. Okay? Kerala's HDI, is very high, 0.779. It's comparable to Mexico, it is above Brazil, China on the national average. Yeah? If you take Tibet, Kerala obviously is much higher, but if you take the Shanghai or something, it may not be quite that. India is only at 0.645 at the national level. So the HDI, of Kerala is striking, and that is really because of a long-standing historical and contemporary forms of public action that have contributed to this. But at the same time, there are significant weaknesses, and from the point of view of carbon neutrality that has become so popular talk in certain sections in Kerala today, a good part of the state domestic product, almost 19%, directly speaking, depends on remittances. And remittances, coming primarily from from West Asia, and that is very much dependent on fossil fuels. It is not sufficient that we point to the greenery on the land in Kerala, but we must also look at the hidden forms of the fossil fuel dependence of Kerala's prosperity. See, but I think if you look at issues of employment, if you look at water supply, our coverage still has important problems. Piped water supply may not always be the best metric for Kerala, but water is a pollution. Water quality is a far more serious pollution. The major water quality problem of Kerala is actually bacteriological pollution. And waste management is Kerala's most significant problem. Fecal contamination is present in 90% of drinking wells, so sanitation is an issue. At the same time, the doom and gloom view of natural resources in terms of Kerala is completely misplaced.
I believe there have been recent very interesting exchanges on this issue in social media. But the plain fact of the matter is forest cover in Kerala is increasing. It is in fact increasing all over India, partly because global warming already contributes to carbon fertilization. So the carbon stock forest cover increase, the canopy density increases. At the same time, despite again the doom and gloom view that we hear in certain sections, in India, the protection and conservation of forests has made a significant advance. Now, India turned its back on production forestry, which I think was perhaps not a very wise decision, but we moved away from production forestry to conservation forestry in the changes in the foreign forest policy in the 80s. And so, forest cover in Kerala is currently increased from 2009 compared to the all India figure of 21.6%. 54.4% of total geographical area of the state is covered. And all type of forests are showing an increasing trend. Carbon stock is estimated at this. So, of course, Kerala's area is after all limited. So, out of the total carbon stock, only 2.9% of the total national stock of carbon, though it is slightly higher in terms of density and number of tons per hectare compared to the rest of the country. Kerala's forest carbon stock is mainly in above ground biomass. This is above ground biomass. Soil organic carbon is, of course, the biggest contributor to forest carbon stock. And this is below ground biomass and so on and so forth. So it is not, I think, a story currently of the stark, denudation of forests that we are talking about. This is not to say that there are not serious problems, but I think we have to take it in balance. Wildlife is increasing. The numbers may not be spectacular. The number of wild elephants has moderately decreased, but it is at a number which is not considered beyond the carrying capacity of the state's forests. And the issues related to animal-human conflict point to the fact that the Kerala story of natural resources is not simply one of secular, complete and total decline. So this I must say, in my 5 years in the planning board, I found this picture to be this view, this perspective to be so dominant that I found that even careful scientific assessment of Kerala's natural resources, their monitoring and evaluation was being sidelined repeatedly in favor of alarmist statements. So if you made these doom and gloom statements with very thin evidence, or in many cases with no evidence at all, you were assured of a ready hearing. Whereas I found, on the other hand, there was a marked reluctance to formulate serious research and scientific questions that actually assessed more objectively what was happening. So one thing is, of course, the geophysical impact will take place like it does in the rest of the world. There is a steady rise in temperature. This will happen. The regional variations are there. In the future, given the extent of rainfall, the way actually
temperature manifests itself, one has to see, but the rise in temperature is certainly taking place. On the other hand, with rainfall, there are considerable uncertainties. I think we are very far away from having any definite answers. Currently, there is a decline taking place over an extended period, but the overall trends which will be there, 2050, 2075 or 2100 are not clear. In fact, as a whole in India, in many parts, rainfall will actually increase. There is much talk of extreme events. There is no, I think, on the regional scale, on the regional scale, I think you can see that it is very difficult to get estimates. All kinds of wild remarks are made usually on the national scale. There was a recent report from a very respectable think tank in New Delhi which said that there is an exponential rise in the number of cyclones on the East Coast. That, in my frank opinion, is nonsensical. There is no such data. You can look very carefully at the cyclone historical data, which is provided now online by the meteorological department. Overall, cyclones and deep depressions are actually decreasing in frequency. This is a problem for states like Tamil Nadu, which depend on these for water availability. At the same time, there's a slight increase in extreme severe cyclonic storm. So this is the thing. This is, there is a slight increase in the Arabian Sea cyclones compared to Bay of Bengal. But this is in the recent period, and it is not clear it is a long-term trend. Okay. I say this because, obviously the state has had to cope. In Kerala, we really grappled with 2 very bad years of extreme events. So it is not to minimize the danger that even single extreme events can have. But nevertheless, you cannot jump wildly from this to say immediately that there is a trend. In the geophysical impact, there is, in my opinion, there are 3 features which we need to focus on. Unfortunately, in climate change, sometimes the situation is like English humorist who spoke about 3 men who looked up a medical dictionary and found that they had the symptoms of every disease except housemaid's knee. So I think sometimes there is a tendency, especially in certain sections on climate change, to say that every problem in climate change will be repeated in Kerala. That's not true, and I think we need to find our focus. I believe that 3 features are very important. One is coastal processes, erosion. Unfortunately, despite some efforts that I undertook, we have made very little progress in places like Monroe Island, where complex coastal processes that affect people directly are underway, and we still do not have a clear picture of what is going on. Unfortunately, there is on Monroe is a good example. I found in my period in the planning board a great deal of resistance to investing further in scientific study. Nobody wanted it. Bureaucracy didn't want it. The political leadership, of course, was with other issues like extreme events, etc. They were preoccupied in the question of ground action. Everybody wanted solutions before they understood what was happening. And, there are a lot of purveyors of piecemeal solutions who had, their various things to say. And some of it we went along with. But
overall, have we understood what is happening? I insist today, even today, we do not understand. And there was a real reluctance to invest in understanding. So I think coastal processes, this is a serious problem. We need new models, and we need new scientific conceptualization of the problem for Kerala's coast, which we have not done. Landslides is the second biggest, is another big problem. We still are stuck in a question of, do nothing or do everything kind of attitude, an all or nothing attitude to landslides. See, you cannot have a modern economy in a state where if you have to travel from the hill, from a place like Wayanad or Idiki, I think from near Wayanad, we had to travel 100 kilometers and it took something like 5 hours. We need better transport infrastructure. But this no road building solution to landslides will not work. Do we need better engineering? And I think at the same time, there are regions where simply perhaps having human habitation is unpredictably dangerous and we must simply stop. So I think landslides, there has been some good work done from the Kssp promoted by the planning board. I think it's very open in many important ways. On the question of flooding, I think luckily we have much greater conceptual clarity. Now here, of course, I think the real challenge is that of implementation. But I think we underestimate the science. And I think if there is one message going today for Kerala and climate change, is that it is study, study, study. The assumption among several sections that we know all that is to be known and somehow we have to spring into action is, in my opinion, misplaced, and not only misplaced, dangerous for our future. So what is it that Kerala needs by way of development? So I think here is a broad checklist of 4 items. This is very broad, but I think in part this is the unfinished agenda of the plan, that is the 13th plan that is just concluding. Some of it has been discussed by me and my colleagues in this Kerala Development Report, which you can find on the website of the Planning Board. And so what are the issues? One is we need to modernize amenities. Second, we need to modernize and develop our productive capacities. Kerala cannot invest, cannot have this pattern where consumption will rise even in an ecologically sound way, which it will rise through importing technology, etc., while the remittances, etc., will form the basis of creating income, contributing to the state's rise in income. So I think this skewed situation cannot continue. We need to invest in developing productive capacities, and it cannot be simply IT and biotechnology. We also need investment in new renewable technologies. And I must say here that Kerala's actual performance in renewable energy is very poor compared to the interest which has been shown by the general public and compared to what is happening on the rest of the country. So, and part of the problem is that we have not looked at the scale and scope of the engineering aspect of this problem hard enough. Some progress in recent years is being made, but I think it needs to be sustained in renewable energy. We need to develop infrastructure. Kerala
especially in transportation, in terms of roads, in terms of various other things. The infrastructure needs a radical improvement, and less infrastructure cannot be the answer. So we, of course, at the same time, when it comes to environmental management, we need to come out of the phase where we are of pious good wishes, of exhortations, of abstract conceptualization, but must pay attention to the scientific and technical dimension of environmental management. And I mean, across the board, whether it is disasters, whether it is biodiversity. Biodiversity, currently with great difficulty, one is trying to move ahead in terms of concretely getting things done. But I think we are very far from having made an adequate scientific investment in the biodiversity of the state. Similarly, on questions of adaptation, pollution management, etc. So, I will leave you at this point with these thoughts. I have not given, you will see, a comprehensive answer to the question of climate change and development. But what I emphasize is that while we do what we can to protect the natural resources and diversity that we have in the state, there will be inevitable trade-offs, and this must be seen not simply through the lens of self-sacrifice or moral arguments about the impact of climate change, but with a sensible and sober evaluation of where Kerala stands in the global and regional and national context. ഉദ്ഘാടന സെഷനിൽ ഈ പ്രഭാഷണത്തിനോട് പൊതുവിൽ ഈ പരിപാടിയോടുള്ള ഒരു പ്രതികരണം വർഷ കോളേജിലെ ഡീനായിരുന്ന ഡോക്ടർ കെ വിദ്യാസാഗർ നടത്തും. നമുക്കറിയാം ഇതിൽ ഒട്ടേറെ പരിമിതികളുണ്ട്. ക്ലൈമറ്റ് സയൻസിനെ സംബന്ധിച്ച് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്റ്റിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ കുറവ് ജയരാജന്റെ പ്രസന്റേഷനിൽ നമുക്ക് കാണാം. കാരണം അദ്ദേഹം തന്നെ അതിന്റെ പ്രസന്റേഷന്റെ അവസാന സമയത്ത് സൂചിപ്പിച്ചത് ഒരു കോംപ്രിഹെൻസീവ് ആയുള്ള പഠനങ്ങൾ റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ട് ലഭ്യമല്ല എന്നുള്ളതാണ് ഒരു പരിമിതിയായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും കേരളത്തിലെ കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ ആവാസ വ്യവസ്ഥകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ഓരോ ആവാസ വ്യവസ്ഥയുടെയും ഇന്റർഡിപ്പെൻഡൻസും അതുപോലെ ഇന്റർ റിലേഷൻഷിപ്പും സംബന്ധിച്ചുള്ള സൂക്ഷ്മതലത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വളരെ കുറവ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷനിൽ അത്തരം കാര്യങ്ങൾ നേടിയിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ദുർബലമാക്കപ്പെട്ട കേരളീയ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ ഒരു അവലോകനത്തെ അല്ലെങ്കിൽ അതിന്റെ പഠനത്തെ അല്ലെങ്കിൽ അതിന്റെ ഇന്നത്തെ ഒരു പ്രസന്റ് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര വലിയ തോതിലാണ് കേരളത്തിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഉഷ്ണമേഖലാ പ്രദേശം എന്ന രീതിയിൽ മാത്രമല്ല. കാരണം IPCC റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഇത്തരം പ്രത്യാഘാതങ്ങൾ രൂപപ്പെടുന്നതും അനുഭവിക്കുന്നതും ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ എന്ന രീതിയിൽ വളരെ റീസെന്റ് ഫോംഡ് ആയിട്ടുള്ള വളരെ ശക്തമല്ലാത്ത മണ്ണിന്റെ മുകളിൽ നിൽക്കുന്ന പച്ചപ്പുകളെ രൂപപ്പെട്ട ഈ ഉഷ്ണമേഖലാ ആവാസ വ്യവസ്ഥകൾ വളരെ സെൻസിറ്റീവ് ആണെന്നും എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത ഒന്നാണെന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ്. ഈ ഒരു നിന്ന് വേണം കേരളത്തിന്റെ
കാലാവസ്ഥ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെ വിലയിരുത്താൻ എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ നടന്നു വന്ന വലിയ മാറ്റങ്ങളുണ്ട്. ഒരുപക്ഷെ ഡച്ച് പോർച്ചുഗീസിൽ നിന്നും മാറി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ അട്ടപ്പാടി വനങ്ങൾ ഒരു മനുഷ്യനുണ്ടാക്കിയ മരുഭൂമിയായി മാറിയത് എന്ന് നമുക്ക് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെ പശ്ചിമഘട്ടങ്ങളിലുള്ള വനങ്ങളെയും ആവാസ വ്യവസ്ഥകളെയും മാറ്റിമറിച്ചതെന്നും എങ്ങനെയാണ് അവർ വലിയ തോതിൽ തോട്ടവൽക്കരണ പ്രക്രിയകൾ ആരംഭിച്ചെന്നും ടീയുടെയും അതുപോലെ തന്നെ പീക്കിന്റെയും ഒക്കെ തന്നെ വലിയ തോതിലുള്ള തോട്ടവൽക്കരണം ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഒരുപക്ഷെ നാം ചരിത്രപരമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം നമ്മുടെ വനം വകുപ്പും ആ പോളിസികളെ ആ സിദ്ധാന്തങ്ങളെ പിന്തുടർന്നുകൊണ്ട് ആ ഒരു ഫോൾട്ടി മാനേജ്മെന്റിനെ പിന്തുടർന്നുകൊണ്ട് അത് മുന്നോട്ട് പോയത്. ഒരുപക്ഷെ 80കളിൽ നമുക്കറിയാം കേരളത്തിലെ അക്കേഷ്യ യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ ഭാഗമായി ധാരാളം യൂക്കാലിപ്റ്റസ് അക്കേഷ്യ തോട്ടങ്ങൾ കേരളത്തിൽ രൂപപ്പെടുകയും തോട്ടവൽക്കരണത്തിന്റെ ഒരു വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഉൽപാദന പ്രക്രിയകളെ വിപുലപ്പെടുത്തുകയും തടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് തിരിച്ചറിയുകയും ചെയ്ത ഒരു ബ്രിട്ടീഷ് ലെഗസിയുടെ ഭാഗമായി വനം വകുപ്പ് മാറുകയും നമുക്കറിയാം ഏകദേശം 1.5 ലക്ഷം ഹെക്ടർ പ്രദേശമാണ് ഇത്തരത്തിൽ ഇന്ന് വനഭൂമി തോട്ട ഭൂമിയായിട്ട് തേക്കും തോട്ടങ്ങളും യൂക്കാലിപ്സ് തോട്ടങ്ങളും ഒക്കെ ആയിട്ട് മാറി നിൽക്കുന്നത്. ഇത് ടീയും അതുപോലെ തന്നെ കാപ്പിയും റബ്ബറും ഒഴിച്ചു നിർത്തിയുള്ള പ്രദേശങ്ങൾ വനം വകുപ്പിന്റെ മാത്രമുള്ള തോട്ടവൽക്കരണത്തെയാണ് സൂചിപ്പിച്ചത്. വലിയ തോതിലുള്ള ഒരു തോട്ടവൽക്കരണം കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ വനങ്ങളുടെ ഒരു ഹൈഡ്രോളജിക്കൽ ഫംഗ്ഷനെ പരിഗണിക്കാതെ ഒരുപക്ഷെ ഇന്ന് വനംവകുപ്പ് തിരിച്ചറിയുന്ന ഒരു കാര്യം കൂടിയാണ്. പല തേക്കും തോട്ടങ്ങളെയും നാച്ചുറൽ ഫോറസ്റ്റാക്കി മാറ്റാവുന്ന ചർച്ചകളിലാണ് ഇന്ന് വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ. ഒരുപക്ഷെ അത്തരം ചർച്ചകളിൽ പങ്കെടുത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് വലിയ തോതിലുള്ള ഒരു മാറ്റപ്രക്രിയയ്ക്ക് വനംവകുപ്പ് തുടക്കമിടുകയാണ്. അതിന്റെ വനത്തിന്റെ ഹൈഡ്രോളജിക്കൽ ഫംഗ്ഷനെ തിരിച്ചറിയാനുള്ള ഒരു വലിയ ഉദ്യമം നടക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ തുടർന്നു വന്ന വന മാനേജ്മെന്റ് ഇത്തരത്തിൽ അമ്പെ പരാജയപ്പെടുകയും കേരളത്തിന്റെ ഈ ഹൈഡ്രോളജിക്കൽ ഫംഗ്ഷനെയോ മറ്റു ഇക്കോളജിക്കൽ സർവീസസിനെയോ പരിഗണിക്കാതെയുള്ള ഒരു മാറ്റപ്രക്രിയയ്ക്ക് ഉൽപാദനത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു മാറ്റപ്രക്രിയയ്ക്ക് തുടക്കമിട്ടു എന്നുള്ളത് നമ്മൾ ചരിത്രത്തെ പരിശോധിച്ചാൽ വനത്തിന്റെ ചരിത്രത്തെ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ചരിത്രത്തെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏകദേശം 43% പശ്ചിമഘട്ടത്തിന്റെ 43% കേരളത്തിലാണ്. അത്തരം പ്രദേശങ്ങളെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിലേക്ക് പോകാതെ ഇത്തരത്തിലുള്ള വളരെ യാന്ത്രികമായ പെട്ടെന്ന് ഉൽപാദന പ്രക്രിയയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെന്റിലേക്ക് പോയി എന്നുള്ളത് വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിന് കാരണമാക്കി എന്നുള്ള KFRയുടെ പഠനങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് 62% കേരളത്തിലെ വനങ്ങൾ ദരിദ്രമാക്കപ്പെട്ടു എന്നുള്ളതാണ്. NRSയുടെ പഠനങ്ങൾ അതിനെ ശക്തി കൊടുക്കുന്നതാണ്. 10% താഴെയാണ് കേരളത്തിലെ നല്ല വനങ്ങൾ എന്നുള്ളതാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് ഈ 11,000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശം ഇന്ന് വലിയ തരത്തിലുള്ള ഒരു തകർച്ചയെ നേരിടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരുപക്ഷെ ഇന്റർനാഷണൽ ആയിട്ട് ഉണ്ടായ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് ശേഷം ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ആക്ടും അതുപോലെ തന്നെ മറ്റു UN-ന്റെ ചില പദ്ധതികളൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മുടെ മൊത്തം സമൂഹത്തിൽ വരുത്തിയ മാറ്റത്തെ പോലെ തന്നെ വനംവകുപ്പിനുള്ളിലും മാറ്റങ്ങൾ വരുത്തുകയും അത് പ്രൊട്ടക്ട് ഏരിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറുകയും ചെയ്തു. നമുക്കറിയാം മൊത്തം കേരളത്തിന്റെ ഫോറസ്റ്റ് ഏരിയയുടെ 30% പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, സംരക്ഷിത മേഖലയാണ്. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള റെസ്റ്റോറേഷനെ അല്ലെങ്കിൽ ഒരു മാറ്റപ്രക്രിയയ്ക്ക് തുടക്കമിടുകയാണ് ഈ 30% മാറുന്ന. എങ്കിലും 70% ഇപ്പോഴും ഔട്ട്സൈഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം ആവാസ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഈ 30% പുറത്തു കിടക്കുന്ന വനപ്രദേശങ്ങൾ, പശ്ചിമഘട്ട പച്ചപ്പുകളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള അതിന്റെ ഇക്കോളജിക്കൽ സർവീസ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് തലത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 21% ആണെങ്കിലും അത് വലിയ തരത്തിൽ 21.1% ആണ് വനംവകുപ്പിന്റെ കണക്കിലുള്ളതെങ്കിലും അതിന് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പഠനങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അതുപോലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഇടനാടൻ കുന്നുകളുടെ അവസ്ഥ നമുക്കറിയാം. വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിന് ഇത് വിധേയമാവുകയും അത്തരം പ്രാദേശിക സൂക്ഷ്മ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഇടനാടൻ കുന്നുകൾക്ക് വന്ന മാറ്റം വലിയ തരത്തിൽ കേരളത്തിൽ നടന്നു എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുണ്ട്.
അതുപോലെ തന്നെ കേരളത്തിന്റെ വെറ്റ്ലാൻഡ്, നമ്മുടെ നെല്ലിടങ്ങൾ ഏകദേശം 70-80% നമുക്ക് നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ അത്തരത്തിലുള്ള അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവയുടെ വിലയിരുത്തലുകൾ ഒരുപക്ഷെ ഇവിടെ നമ്മുടെ സെമിനാറിന്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി വിശദീകരിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ കാർഷിക മേഖല, ഫിഷറീസ് മേഖല, ടൂറിസം മേഖല നമ്മുടെ GDP-യുടെ 30%-നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്തരം മേഖലയിൽ നടന്ന മാറ്റം നമുക്ക് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ, സാമ്പത്തിക മേഖലയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വലിയ തരത്തിൽ ഈ നെല്ലിടങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നുവെങ്കിലും 2018 നടന്ന അല്ലെങ്കിൽ ഭേദഗതികളൊക്കെ തന്നെ അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഒരു പരിധിവരെ ഈ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും മാറ്റത്തിന് വിധേയമാക്കപ്പെടാതെ പോയത് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം തന്നെയാണെന്നും ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പക്ഷേ ഭേദഗതികൾ അതിനെ ചില തരത്തിൽ മാറ്റിയിട്ടുണ്ടെന്നുള്ളതും ഇവിടെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്വാറികളിലെ ഖനന പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരുപക്ഷെ നമുക്ക് അറിയാം. അതിന്റെ പഠനങ്ങളൊക്കെ തന്നെ ഇവിടെ മറ്റു സെഷനുകളിൽ വരുന്നുണ്ട്. നമ്മളെ കടൽ തീരവും അതുപോലെ തന്നെ കോസ്റ്റൽ ആവാസ വ്യവസ്ഥയും ഇത്തരത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ തരത്തിൽ അവിടെ ഉണ്ടായ CRZ നിയമം, ഒരു സംരക്ഷിത നിയമങ്ങളിൽ തന്നെ എങ്ങനെയാണ് CRZ കോസ്റ്റൽ റെഗുലേഷൻ സോണ് എന്നുള്ളത് കോസ്റ്റൽ മാനേജ്മെന്റ് എന്ന തരത്തിലേക്ക് മാറിയത്, അത്തരം പോളിസികളുടെ വലിയ ഇമ്പാക്റ്റും ആ മേഖല അനുഭവസാക്ഷ്യമാകാൻ പോവുകയാണ്. നമ്മുടെ പുഴകളെ സംബന്ധിച്ചും ഈ തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ പുഴകൾ മണൽ എടുക്കലും അതുപോലെ തന്നെ ജലമില്ലാതെയും വരണ്ടുടങ്ങുന്ന ഒരു തലത്തിലേക്ക് അത് മാറിയത് എന്നുള്ളത് ഒരുപക്ഷെ എങ്ങനെയാണ് ഈ ഹൈഡ്രോളജിക്കൽ ഫങ്ഷൻസിനെ പ്രധാനമായിട്ട് കാണാതെ ഒരു ഫോറസ്റ്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ പശ്ചിമഘട്ട മാനേജ്മെന്റിന്റെ ഒരു ആ തരത്തിലുള്ള ഒരു മാറ്റം എങ്ങനെയാണ് അതിനെ ബാധിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം കേരളത്തിലെ കോസ്റ്റൽ മേഖലയിലുള്ള ഊരുകയറ്റം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പെരിയാറിന്റെ 25 കിലോമീറ്റർ ഉള്ളിലേക്ക് ഊരുകയറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ ആ തരത്തിലുള്ള വിശദമായ പഠനങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ടെന്നാണ് ഈ പ്രത്യേക കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വരേണ്ടത്. ഇവിടെ വരുന്ന നിയമങ്ങളൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ വനസംരക്ഷണ നിയമങ്ങൾ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് ഭേദഗതികൾ അല്ലെങ്കിൽ അതിന്റെ ആ നിയമം, അതുപോലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, CRZ, ഈ നിയമങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന്റെ കണ്ടന്റിനെ, അതിന്റെ യഥാർത്ഥമായ ഒരു പാരിസ്ഥിതികമായ കണ്ടന്റിനെ കുറച്ച് ഒരു ഡൈലൂഷനിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2018 ഡ്രാഫ്റ്റ് ഫോറസ്റ്റ് പോളിസി എടുത്ത് പരിശോധിച്ചാലും 2020 EIA പുതിയ അമെന്റ്മെന്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒക്കെ തന്നെ ഒരു നാഷണൽ ലെവലിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഒന്നും തന്നെ പുതിയ EIA-യുടെ പട്ടിക പുറത്തു വരുമ്പോൾ, ഭേദഗതികൾ പുറത്തു വരുമ്പോൾ നിലനിൽക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ഒട്ടേറെ പോളിസികളും നിയമങ്ങളും ഒക്കെ തന്നെ വലിയ തരത്തിൽ ഡൈലൂഷന് വിധേയമാവുകയും ഇത് നമ്മുടെ തകർന്ന ആവാസ വ്യവസ്ഥകൾക്ക് പുനരുദ്ധരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അപകടം വരുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ പോളിസികളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് വിലയിരുത്താം. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.